പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 185 വചനത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു വച്ചത് നമ്മുടെ ദീനിൻ്റെ മഖ്സദ്, ഉദ്ദിഷ്ട ലക്ഷ്യം, അതിൻ്റെ ഏറ്റവും വലിയ ഗായത്ത്, ഉദ്ദേശം, അതിൽപ്പെട്ടതാണ് അൽ യുസ്ർ, എളുപ്പം എന്നത്. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ർ. അള്ളാഹു എളുപ്പത്തെ ഇഷ്ടപ്പെടുന്നു, ഞെരുക്കത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് അത് അറിയിക്കുന്നത്. നോമ്പിൻ്റെ വിഷയങ്ങളിൽ അള്ളാഹു കനിഞ്ഞ എളുപ്പം അനുസ്മരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അടിസ്ഥാനത്തെ അറിയിച്ചത്. നമ്മുടെ ദീൻ പ്രയോഗവൽക്കരിക്കാൻ, പ്രാവർത്തികമാക്കാൻ, പഠിപ്പിക്കാൻ, പഠിക്കാൻ എത്രമേൽ എളുപ്പം കനിയപ്പെട്ട ദീനാണ് എന്നത് മനസ്സിലാക്കാൻ നോമ്പുമായി ബന്ധപ്പെട്ട തന്നെ ഒരു ഉദാഹരണം ഉണർത്തി നമുക്ക് ആയത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പഠനം തുടർത്താം ബിഇദ്നില്ലാ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ സഹാബികൾ ഇരിക്കവേ ഒരു വ്യക്തി കടന്നു വരികയാണ്. യൻതിഫു ഷഅറഹു വയദഉ വൈലഹു എന്നാണ്. അദ്ദേഹം തൻ്റെ മുടിയൊക്കെ പിടിച്ചു പറിച്ച് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്, ശപിച്ചുകൊണ്ടാണ് വരുന്നത്. ആ വരവ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാലക്, എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ആഗതൻ ഹലക്തു യാ റസൂലല്ലാഹ്, തിരുദൂതരെ ഞാൻ നശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വമാ അഹ്ലകക്, എന്താണ് നശിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ്. വഖഅതു അല ഇംറഅതി ഫി റമദാൻ വ അന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ ഭാര്യയെ പ്രാപിച്ചു, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് അയാൾ പറയുന്നത്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ തസ്തതിഉ അൻ തുഅതിഖ റഖബതൻ, ഒരു അടിമയെ മോചിപ്പിക്കാൻ നിനക്ക് സാധിക്കുമോ എന്നാണ് അയാളോട് ചോദിച്ചത്. നമുക്കറിയാം, നോമ്പിൻ്റെ പകലിൽ ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധം നോമ്പുകാരായിരിക്കെ പാടുള്ളതല്ല. അത് കൊടിയ നിഷിദ്ധമാണ്, വലിയ കുറ്റമാണ്, കടുത്ത പ്രായശ്ചിത്തം വിധിക്കപ്പെടുന്ന അപരാധമാണ്. അയാൾ കുറ്റബോധം പേറി പശ്ചാത്താപ മനസ്സേന്തി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ഹൽ തസ്തതിഉ അൻ തുഅതിഖ റഖബ എന്നാണ്. അയാൾ എനിക്ക് ഒരടിമയെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹൽ തസ്തതിഉ അൻ തസൂമ ഷഹ്റൈനി മുതതാബിഈൻ, തുടർച്ചയായി 2 മാസം നോമ്പെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് സാധിക്കുകയില്ല എന്ന് തൻ്റെ ഒഴിവ് കഴിവ് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹൽ തസ്തതിഉ അൻ തുതഇമ 60 മിസ്കീനൻ, 60 മിസ്കീന്മാർക്ക്, അഗതികൾക്ക് അന്നം നൽകാൻ സാധിക്കുമോ? അപ്പോഴും അയാൾ എനിക്കതിന് കഴിയില്ല, കാരണം അയാൾ അത്രമേൽ ദരിദ്രനായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ഇജ്ലിസ്, ഇരിക്കൂ എന്ന് പറഞ്ഞു. അയാൾ സഹാബികളോടൊത്ത് അവിടെ ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആ സമയത്ത് ഒരു കൊട്ട കൊണ്ടുവന്നു എന്നാണ്. അതിൽ 15 സാഅ മിൻ തംർ, 15 സാഅ കാരക്ക ഉണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാരക്ക കൊട്ടയെടുത്ത് ഈ വ്യക്തിയെ ചോദിക്കുന്നുണ്ട്, അയിന സായിൽ എന്ന്. അപ്പോൾ അയാൾ അനദ, ഞാനിതാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ് ഹാദ ഫഅത്ഇമുഹു അൻക 60 മിസ്കീനൻ, ഇതെടുത്ത് താങ്കൾക്ക് പ്രായശ്ചിത്തമാകാൻ
60 മിസ്കീന്മാർക്ക് ഇത് ഭക്ഷണമായി നൽകാൻ കൽപ്പിച്ചു എന്നാണ്. അപ്പോൾ ഈ വ്യക്തി പറയുന്നത് അല അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, തിരുദൂതരെ എന്നേക്കാൾ ദരിദ്രരായ ആൾക്കാണോ 60 പേർക്ക് ഞാനിത് കൊടുക്കേണ്ടത്? ഫവല്ലാഹി മാ ബൈന ലാബതൈഹ അഹ്ലു ബൈത്തിൻ അഫ്ഖറു മിൻ അഹ്ലി ബൈത്തി. ഈ മദീനയുടെ കിഴക്കും പടിഞ്ഞാറും അതിർത്തിയായുള്ള 2 ലാബകൾ, ഹറകൾ, അതിനിടയിൽ എന്നോളം മിസ്കീനായ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തോളം ദരിദ്രരായ ഒരു കുടുംബമില്ല എന്നാണ് അയാൾ പറഞ്ഞത്. ഹദീസിൽ കാണാം, ഫദഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് അനിയാബുഹു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോമ്പല്ലുകൾ വെളിയിൽ കാണുമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞത്, ഇദ്ഹബ് ഫഅത്ഇംഹു അഹ്ലക്, താങ്കൾ പോകൂ, ഈ കൊട്ടയിലുള്ള കാരക്കകൾ 15 സാ അത് കുടുംബത്തെ ഭക്ഷിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. കുൽഹു അൻത വ അഹ്ലു ബൈതിക്, താങ്കളും താങ്കളുടെ കുടുംബവും ഇത് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് നൽകി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസും യൗമൻ മക്കാനഹു, താങ്കൾക്ക് നഷ്ടപ്പെട്ട നോമ്പ് അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു നോമ്പ് നോറ്റ് വീട്ടുക. വസ്തഗ്ഫിരില്ലാഹ്, അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ തേടുകയും ചെയ്യുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ ആ കാരക്ക നൽകി തിരിച്ചയച്ചു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യുസ്ർ, എളുപ്പം ഉദ്ദേശിക്കുന്നു. ഈ ദീനിൻ്റെ നിർവഹണത്തിൽ അള്ളാഹു എളുപ്പം ഉദ്ദേശിച്ചു. ഈ ദീൻ നിയമമാക്കിയതിൽ ഇത് മനസ്സിലാക്കാൻ ഒരു ചരിത്രമാണിത്. നമ്മൾ ദീൻ പഠിപ്പിക്കുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും പ്രാവർത്തികമാക്കുമ്പോഴും ആത്യന്തികമായി അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന ഹാദ ദീൻ യുസ്റുൻ, നമ്മുടെ ഈ ദീനുൽ ഇസ്ലാം അത് എളുപ്പമാണ് എന്ന വിഷയം. അത് എത്ര, എങ്ങനെ, ഏത് വിധം, അത് മനസ്സിലാക്കാനാണ് ഒരു ചരിത്രം ഇവിടെ അനുസ്മരിച്ചത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ആയത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തുടർന്ന് പറയുന്നത്, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ എന്നാണ്. വലിതുക്മിലു അൽ ഇദ്ദ, അൽ ഇദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. വലിതുക്മിലു അൽ ഇദ്ദത, എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കുന്നതിനും എന്നാണ്. വാവുൽ അത്ഫ്, ലി ലാമു തഅലീൽ എന്ന് പറയും, വേണ്ടി എന്ന അർത്ഥത്തിൽ. തുക്മിലു, അവിടെ തുക്കമ്മിലു എന്നും ഖിറാഅത്തുണ്ട്, തുക്മിലു എന്നും ഖിറാഅത്തുണ്ട്. ഉദ്ദേശം ഏറെക്കുറെ ഒന്ന് തന്നെ. എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ വലാ യുരീദു ബികുമുൽ ഉസ്ർ. അവിടെ യുരീദുല്ലാഹു ബിക്കും എന്ന് പറഞ്ഞില്ല, അവിടേക്ക് അത്ഫാണ് ഈ വലി തുക്മിലു. നിങ്ങൾ പൂർത്തീകരിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. എന്തിനെ പൂർത്തീകരിക്കുന്നത്? അൽ ഇദ്ദത, എണ്ണം. ഇവിടെ എണ്ണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ അവിടെ എണ്ണം, ഏതിൻ്റെ എണ്ണം? 2 നിലക്കാണ് അതിൻ്റെ വ്യാഖ്യാനം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്കും യാത്രക്കാരനും നോമ്പ് അദാ ആയി നിർവഹിക്കുന്നതിൽ, റമദാനിൽ തന്നെ നിർവഹിക്കുന്നതിൽ ഇളവ് നൽകി. എന്നാൽ അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖളാ ആയി അത് നിർവഹിക്കാൻ കൽപ്പിച്ചു. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, റമദാനിൽ നഷ്ടമായത് എത്രയാണോ നോമ്പ്, തത്തുല്യ എണ്ണം മറ്റു നാളുകളിൽ നോൽക്കാൻ പറഞ്ഞു. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, റമദാനിൽ നോൽക്കുമ്പോൾ അത് അദാ ആയി നിർവഹിക്കലാണ്. റമദാനിൽ നഷ്ടപ്പെട്ടവർ പിന്നീട് വീട്ടുമ്പോൾ അത് ഖളാ ആയി നിർവഹിക്കലാണ്, വീട്ടലാണ്. അപ്പോൾ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു നാളുകളിൽ ഖളാ ആയി വീട്ടണം എന്ന് പറഞ്ഞത്? വലിതുക്മിലുൽ ഇദ്ദ,
എണ്ണം അത് നിങ്ങൾ പൂർത്തീകരിക്കാനാണ്. റമദാൻ 30 എങ്കിൽ ആ 30 എണ്ണം നോമ്പ് നിങ്ങൾക്ക് കിട്ടണം. റമദാൻ 29 ദിവസമാണ് എങ്കിൽ ആ 29 ദിവസം നോമ്പ് നിങ്ങൾക്ക് ലഭിക്കണം. ആ എണ്ണം അത് നിങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എന്നാണ് അപ്പോൾ ഉദ്ദേശം, അർത്ഥം. മറ്റൊരു തഫ്സീർ വലി തുക്മിലുൽ ഇദ്ദ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നോമ്പ് അത് നിങ്ങൾ കൃത്യമായി പാലിക്കാനും പൂർത്തീകരിക്കാനും റമദാനിൽ തന്നെ. അപ്പോൾ ഇവിടെ യാത്രക്കാരൻ്റെ അല്ലെങ്കിൽ രോഗിയുടെ ഇളവിൻ്റെ വിഷയമല്ല, പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിശ്ചയിച്ചത് നിങ്ങൾ റമദാനിൽ തന്നെ എണ്ണം പൂർത്തിയാക്കി നോമ്പെടുക്കുന്നതിന് വേണ്ടി എന്നാണ്. ചില തഫ്സീറുകളിൽ, തഫ്സീറുൽ ഖുർത്തുബി പോലെ, പൂർവ്വകാലത്ത് നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അവർ നോമ്പിൻ്റെ സമയം തെറ്റിച്ചു, മാസം തെറ്റിച്ചു, അളവും എണ്ണവും തെറ്റിച്ചു. എണ്ണത്തിലും വണ്ണത്തിലും രീതിയിലും ഒക്കെ വ്രതാനുഷ്ഠാനത്തിൽ മാറ്റം വരുത്തി പല സമുദായങ്ങളും, വിശിഷ്യ നസാറാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലി തുക്മിലുൽ ഇദ്ദ, റമദാനിൽ തന്നെ നിശ്ചയിക്കപ്പെട്ട എണ്ണം അത് യഥാവിധം നിങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാലാണ് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ആ രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം അതിൻ്റെ തഫ്സീർ. വലി തുക്മിലുൽ ഇദ്ദ വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലി തുകബ്ബിറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. ഈ രണ്ട് ലാമുകളും വലി തുകബ്ബിറുല്ലാഹ് വലി തുക്മിലു എന്നുള്ളയിടത്ത് ആ ലാം ഏത് എന്നതിൽ തഫ്സീറുകൾ വിശദമായി വായിക്കാൻ സാധിക്കും. അവിടെ ലാം തഅലീലിന് വേണ്ടിയാണോ, വേണ്ടി എന്ന അർത്ഥത്തിനാണോ, അതല്ല ലാം സായിദത്താണ്. കാരണം യുരീദു ഉള്ള അവിടെ അറാദ എന്നുള്ള ക്രിയ നേരിട്ട് കർമ്മത്തിലേക്ക് വരുന്ന ക്രിയയാണ്. അതുകൊണ്ട് തന്നെ ആ ലാം അവിടെ സായിദത്താണ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദ്ദേശമുണ്ട്. വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, വലി തുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുവാനും വേണ്ടി. ഇവിടെയും വാവ് അത്തഫിൻ്റേതാണ്, ലാമ് തഅലീലിൻ്റേതാണ്. ഈ ഒരു ലാമും അതേപോലെ ഇവിടെ വലി തുക്മിലു എന്നുള്ള ഇടത്തുള്ള ലാമും അത് തഅലീലിൻ്റേതാണോ അതല്ല മറ്റു ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കപ്പെട്ടതാണോ, തഫ്സീറുകളിൽ വിശദമായ ചർച്ചകൾ വായിക്കാൻ സാധിക്കും. ഞാൻ അതിവിടെ പരത്തി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അല്ലാഹു നിശ്ചയിച്ച നോമ്പ് അത് ഏറ്റാതെ കുറക്കാതെ മാറ്റം വരുത്താതെ നിങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് വലി തുക്മിലുൽ ഇദ്ദ. വലി തുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ തക്ബീർ മഹത്വപ്പെടുത്തൽ, തഅദീം വാഴ്ത്തലും മഹത്വം കൽപ്പിക്കലും അതിനു വേണ്ടി, അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നു എന്നാണ്. എന്തിനാണ് വലി തുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിനുള്ള തക്ബീർ? അത് അലാ മാ ഹദാകും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് അരുളിയതിന്. ഇവിടെ അല എന്നുള്ളത് ലി എന്ന അർത്ഥത്തിൽ, അതിനു വേണ്ടി അല്ലെങ്കിൽ അതിനാൽ, അല്ലെങ്കിൽ ഹിദായത്ത് അരുളിയത് പ്രകാരം, ഇങ്ങനെയൊക്കെ ഇവിടെ തഫ്സീർ വന്നിട്ടുണ്ട്. തക്ബീർ അള്ളാഹുവിൻ്റെ വലിപ്പം അത് അംഗീകരിക്കലിനെയും അതേപോലെ തക്ബീർ മുഴക്കുന്നതിനെയും അറിയിക്കുന്ന പ്രയോഗമാണ്. കബ്ബറ യുകബ്ബിറു, തക്ബീർ. കബ്ബറ എന്ന ക്രിയ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് പ്രയോഗിക്കും. നഹ്ത് എന്ന് പറയും. ഹല്ലല ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ഹംദല അൽഹംദുലില്ലാഹ് ചൊല്ലി, സബ്ബഹ സുബ്ഹാനല്ലാഹ് ചൊല്ലി, ഹസ്ബല ഹസ്ബി അല്ലാഹ് എന്ന് ചൊല്ലി, ഹഖ്വല ലാ ഹൗല വലാ ഖുവത ഇല്ലാ എന്ന് ചൊല്ലി. ഇങ്ങനെ
ക്രിയകൾ ഉണ്ടാക്കുന്നതിനാണ് നഹ്ത്ത് എന്ന് പറയാം. കബ്ബറ അതിൽപ്പെട്ടതാണ്. കബ്ബറ എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് നിന്നിട്ടുണ്ടെങ്കിൽ കബ്ബറ എന്ന് പറയും, അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി. അപ്പം ഇവിടെ അള്ളാഹു അക്ബർ ചൊല്ലുക എന്ന അർത്ഥത്തിൽ വലി തുക്കബ്ബിറുല്ലാഹ്, അള്ളാഹുവിനെ തക്ബീർ ധ്വനി മുഴക്കുക, അങ്ങനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, വാഴ്ത്തുക. പിന്നെ തഅദീം, അതാണ് വലി തുക്കബ്ബിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ വലി തുഅദ്ദിമുല്ലാഹ്, അള്ളാഹുവിൻ്റെ തഅദീം മഹത്വം വാഴ്ത്തുക, പുകഴ്ത്തുക എന്നതിനെയും ഇതറിയിക്കും. അള്ളാഹു വലിപ്പം കൊണ്ട് എല്ലാവർക്കും മീതെയാണ്, ഉപരിയിലാണ്. ചില ഹദീസുകളിൽ പറഞ്ഞില്ലേ, സപ്തവാനങ്ങളും ഭുവനങ്ങളും അള്ളാഹുവിൻ്റെ കെഫിൽ, ഉള്ളം കയ്യിൽ, കഹബത്തി ഖർദലിൻ എന്നാണ്, ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ എന്നാണ്. സപ്തവാനങ്ങൾ, ഭുവനങ്ങൾ അള്ളാഹുവിൻ്റെ കെഫിൽ, ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ എന്ന് പറയുമ്പോൾ അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു അക്ബർ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമത്തിലും അവൻ്റെ വിശേഷണത്തിലും അവൻ്റെ പ്രവൃത്തിയിലും ഒക്കെ അള്ളാഹു ഏറ്റവും വലിയവനാണ്, മഹനീയനാണ്. അള്ളാഹുവിൻ്റെ ആ മഹത്വം അത് നമ്മൾ കാണുന്നതിന് വേണ്ടി അള്ളാഹുവിനുള്ള ആ മഹത്വം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ഘോഷിക്കുന്നതിന് വേണ്ടി, അതാണ് ഇവിടെ ഉദ്ദേശം. എന്തിനാണ് അള്ളാഹുവിനുള്ള തക്ബീർ? അള്ളാഹുവിൻ്റെ തക്ബീർ അത് നമ്മൾ മുഴക്കുന്നതും അത് നമ്മൾ സമ്മതിക്കുന്നതും വിശ്വസിക്കുന്നതും അത് അലാമ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് അരുളിയതിനാൽ. അലാമ, അലയും വന്നു, മായും വന്നു. അപ്പോൾ ക്രിയാധാതുവിൻ്റെ അർത്ഥാണ് വരിക. മാ ഹദാക്കും എന്ന് പറഞ്ഞാൽ ഹിദായത്തിക്കും, അലാ ഹിദായത്തിക്കും, മായും അതേപോലെ ഹദാക്കും ക്രിയാധാതുവിൻ്റെ അർത്ഥത്തിൽ ഹിദായത്തിക്കും, നിങ്ങളുടെ ഹിദായത്തിന്, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയ പ്രകാരം നിങ്ങൾ അള്ളാഹുവിൻ്റെ തക്ബീർ നിർവഹിക്കുന്നതിന് വേണ്ടി എന്നാണ്. ഹിദായത്ത് രണ്ടുണ്ട്. അതൊന്ന് ഇൽമാണ്, മറ്റൊന്ന് അമലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവേകി, നിർദ്ദേശമേകി നമുക്ക് മാർഗം കാണിച്ചു. അതാണ് ഇർഷാദ് എന്ന് പറയാം. റമദാൻ മാസത്തെ നിശ്ചയിച്ചു, നോമ്പിനെ നിശ്ചയിച്ചു, വിധിവിലക്കുകൾ അവതരിപ്പിച്ചു. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. അതാണ് ഹിദായത്തുൽ ഇർഷാദ്, ഹിദായത്തുൽ ഇൽം. അത് അള്ളാഹുവിൽ നിന്നുണ്ടായി. ഒപ്പം ഹിദായത്തുൽ അമൽ, നമ്മൾ കർമ്മം ചെയ്യാനുള്ള ഹിദായത്ത്, തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു. ഹിദായത്ത് അമൽ എന്ന് പറഞ്ഞാൽ അതാണ് തൗഫീഖ്. നമുക്ക് അറിവുണ്ടായാൽ പോരല്ലോ, അറിവനുസരിച്ച് അമലെടുക്കാൻ ഉദവി വേണം, തുറവി വേണം, എളുപ്പം വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കനിഞ്ഞു. അപ്പോൾ ഇൽമ് നൽകി, നിർദ്ദേശം നൽകി, അതേപോലെ അമലെടുക്കാനുള്ള എളുപ്പം, തൗഫീഖ് അതരുളി അള്ളാഹു നൽകിയ ഹിദായത്ത്. ആ ഹിദായത്തിന് അള്ളാഹുവിനുള്ള തക്ബീർ അത് നിർവഹിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. ഇവിടെയും വാവ് അത്ഫിൻ്റേതാണ്, എന്ന അർത്ഥം ദ്യോതിപ്പിക്കാൻ. ലഅല്ല എന്നുള്ളത് തഅലീലിന് വേണ്ടിയാണ്, വേണ്ടി എന്നർത്ഥം ധ്വനിപ്പിക്കാൻ. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ അർപ്പിക്കുന്നതിന് വേണ്ടിയും. തഷ്കുറൂൻ, ശുക്ർ നന്ദി പ്രകാശനാണ്. അള്ളാഹുവിനോട് നമ്മൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. എന്തിനാണ് അള്ളാഹുവിനോട് നമ്മൾ നന്ദി ഉള്ളവരാകേണ്ടത്? എങ്ങനെയാണ് അള്ളാഹുവിനോട് നമ്മൾ നന്ദി ഉള്ളവരാകേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തെ നമുക്ക് കനിഞ്ഞതിനാൽ
റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്രതാനുഷ്ഠാനം നിയമമാക്കിയതിനാൽ ആ വ്രതാനുഷ്ഠാനത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് അനുവദിച്ചതിനാൽ, എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഷ്ടപ്പെട്ടതിനാൽ എണ്ണം പൂർത്തീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇളവ് നൽകുകയും മറ്റ് സമയങ്ങളിൽ നോറ്റി വീട്ടാൻ അവസരം നിശ്ചയിക്കുകയും ചെയ്തതിനാൽ അള്ളാഹുവിനുള്ള തക്ബീർ അത് വിശ്വസിച്ചും ആ തക്ബീർ ധ്വനി മുഴക്കിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ കടാക്ഷിച്ചതിനാൽ, ഇതൊക്കെ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹങ്ങളാണ്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിന് ശുക്റുള്ളവരാകാൻ വേണ്ടി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ശുക്റുള്ളവരാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അല്ലാഹു ശറഈയായി അത് ഉദ്ദേശിക്കുകയും ചെയ്യുന്നു എന്നാണ്. ശുക്ർ മനസ്സ വാച കർമ്മണ നമ്മൾ നിർവഹിക്കേണ്ട ഇബാദത്താണ്. മനസ്സാ നമ്മൾ സമ്മതിക്കണം, ഇതൊക്കെ മേലായവൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസ്സുകളാണ്. ഇത് മേലായവനിൽ നിന്ന് ഉള്ള കടാക്ഷമാണ്. അത് നമ്മൾ നാവുകൊണ്ട് പ്രഖ്യാപിക്കണം ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന്. പിന്നെ നമ്മൾ അള്ളാഹു പറഞ്ഞതുപോലെ പ്രവർത്തിക്കണം. അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യലാണ്, അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. ഏറ്റവും വലിയ ശുക്രിൻ്റെ പ്രകടനം അവിടെയുമാണ്. കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ചതിൽ നിന്ന് വിട്ടകലുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുക്റുള്ളവരാവുക എന്നുള്ളതാണ്. ചിലർ പറഞ്ഞു ഈ ശുക്ർ അതെന്തിന്? വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി. എന്തിന്? അള്ളാഹു യുസ്ർ ഇഷ്ടപ്പെട്ടതിന്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ. ഉസ്ർ ഇഷ്ടപ്പെടാത്തതിന് നമുക്ക് വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അതേപോലെ നമുക്ക് വലിതുക്മിലുൽ ഇദ്ദ, എണ്ണം പൂർത്തീകരിക്കാൻ ആ എണ്ണം നിശ്ചയിച്ചതിന്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാർഗം നിശ്ചയിച്ചതിന്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനുള്ള ഈ 4 കാര്യങ്ങൾക്കാണ് ഈ നന്ദി പ്രകാശനം. ഇങ്ങനെ തഫ്സീർ ചെയ്തവരുണ്ട്. ഈ ആയത്ത് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു സുപ്രധാന മസ്അല, ഈ വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നോമ്പ് അവസാനിച്ചാൽ പിന്നെ അതോടുകൂടി തക്ബീർ ആരംഭിക്കണം എന്നതിന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തെളിവ് ഈ വചനാണ്. നോമ്പെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തേകി അലാ മാ ഹദാക്കും. ഈ ഹിദായത്ത് അത് നോമ്പ് പൂർത്തിയായി ശവ്വാലിൻ്റെ ഉദയം അത് നടക്കുന്നതോടു കൂടിയാണ് വരുന്നത്, നേടുന്നത്. അതുകൊണ്ട് നോമ്പ് തീർന്ന് പെരുന്നാൾ ഉറപ്പിച്ചതോടുകൂടി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ശവ്വാലിൻ്റെ ഉദയം ദർശിച്ചതോടുകൂടി തക്ബീർ നിർവഹിക്കൽ ഈ വചനത്താൽ ആരംഭിക്കുന്നു എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം. പെരുന്നാൾ രാവ് മുതൽ തക്ബീർ ചൊല്ലാനുള്ള സമയം ആരംഭിക്കുന്നു ഈദുൽ ഫിത്തറിൽ എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം ഇതാണ്. ചിലർ തക്ബീർ ചൊല്ലുന്നത് ഈദിൻ്റെ സുദിനം വീട്ടിൽ നിന്നിറങ്ങി ഈദ്ഗാഹിലെത്തി നിസ്കാരം ആരംഭിക്കുന്നത് വരെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി മുസല്ലയിലേക്ക് എത്തുന്നത് വരെ തക്ബീർ ചൊല്ലിയിരുന്നു എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് അതിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ട് പല പ്രാമാണികരും. എന്നാൽ ഈദിൻ്റെ രാവിൽ തന്നെ തക്ബീർ പ്രതിഫലാർഹമാണ് എന്നതിന് ഈ വചനം തെളിവ് പിടിച്ചു. അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റ് പല ഫുഖഹാക്കളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ വലി തുകബ്ബിറുള്ള അള്ളാഹുവിന് തക്ബീർ നിർവഹിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ തക്ബീറിൻ്റെ പ്രയോഗം എങ്ങനെയാണ്? വലി തുകബ്ബിറുള്ള, നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ ധ്വനി മുഴക്കുന്നതിന് വേണ്ടി എന്ന് അർത്ഥം പറയുമ്പോൾ എങ്ങനെയാണ് ആ തക്ബീർ മുഴക്കേണ്ടത്?
വെറും അള്ളാഹു അക്ബർ എന്ന് മാത്രം പറയലാണോ? അല്ല. പിന്നെയോ തക്ബീറുകൾ വന്നിട്ടുള്ളത് ഇതുപോലെയാണ്: അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തക്ബീറും തഹ്ലീലും തഹ്മീദും കൂടിയുള്ള രൂപത്തിലാണ് ഈ തക്ബീർ വന്നിട്ടുള്ളത്. സഹാബികൾ നിന്നൊക്കെ ഇപ്രകാരമാണ് ഉദ്ധരിക്കപ്പെട്ടുള്ളത്. അതിൽ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അങ്ങനെ വന്നിട്ടുണ്ട്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ ഇവിടെ 3 തവണ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇങ്ങനെ അവസാനത്തിൽ 2 പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന രീതിയിലും വന്നിട്ടുണ്ട്. ഏതായാലും തക്ബീർ എങ്ങനെ, അതിൻ്റെ സീഗ, രൂപം എങ്ങനെ, അതിൽ പല പ്രയോഗങ്ങൾ കാണാം. ഏറ്റവും പ്രസിദ്ധമായത് അതാണ് ഞാനിവിടെ കേൾപ്പിച്ചത്. ഈ രീതിയിൽ തക്ബീർ മുഴക്കിക്കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുക. അതേപോലെ വലി തുക്കബിറുള്ള എന്ന് പറഞ്ഞാൽ വലി തുഅദ്ദിമുള്ള, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹത്വം ഘോഷിക്കുക. അള്ളാഹു ഹിദായത്ത് അരുളിയ പ്രകാരം അല്ലെങ്കിൽ ഹിദായത്ത് അരുളിയതിന്, പ്രത്യേകിച്ച് വ്രതം എന്ന് പറയുന്ന പുണ്യകർമ്മം, അതിൻ്റെ മഹത്വങ്ങൾ ചിലതൊക്കെ നമ്മളിവിടെ പറഞ്ഞു പോയി. അള്ളാഹു തന്നെയും പറഞ്ഞത് കുല്ലു അമലി ബിനി ആദമലഹു, എല്ലാ മനുഷ്യകർമ്മങ്ങളും അവന് ഗണിക്കാം. കുല്ലുൽ അമലി കഫാറത്തുൻ, എല്ലാ കർമ്മങ്ങളും പാപങ്ങൾ മായ്ക്കാൻ, പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. കുല്ലു അമലി ബിനി ആദമ യുദാഅഫു അൽ ഹസനത്തു അശ്റു അംസാലിഹ, എല്ലാ മനുഷ്യരുടെ കർമ്മങ്ങളും അത് 10 മടങ്ങായി ഇരട്ടിക്കപ്പെടും. ഇലാ 700 ദുഅഫിൻ, 700 ഇരട്ടി വരെ. ഇലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര എല്ലാ കർമ്മങ്ങളെയും അതിൻ്റെ 10 മടങ്ങ് അത് ഇരട്ടിക്കപ്പെടുന്ന പറയുമ്പോൾ എല്ലാവർക്കും അത് ഗണിക്കാം, ഇത്ര എണ്ണം ആയി എന്നുള്ളത്. പക്ഷേ ഇല്ല സൗം, നോമ്പൊഴികെ. അള്ളാഹു പറയുകയാണ് ഫഇന്നഹു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, ഞാൻ അതിന് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ എണ്ണവും വണ്ണവും ഇല്ലാത്തത്ര പ്രതിഫലം. അതാണ് നോമ്പിന് പറയപ്പെട്ടിട്ടുള്ളത് എന്നാണ്. യദഉ തആമഹു വശറാബഹു വശഹ്വതഹു മിൻ അജലി, ഞാൻ കാരണത്താൽ തൻ്റെ അന്നം, തൻ്റെ പാനീയം, തൻ്റെ വികാരം ഇതൊക്കെ വെടിയുന്ന മനുഷ്യൻ. തറക ശഹ്വതഹു വ തആമഹു വശറാബഹു ഇബ്തിഗാഅ മർദാതി, എൻ്റെ പ്രീതി കാംക്ഷിച്ച് തൻ്റെ അന്നപാനീയങ്ങളും വികാരങ്ങളും വെടിഞ്ഞ മനുഷ്യൻ, വ്യക്തി, അവനാണ് നോമ്പുകാരൻ. അതുകൊണ്ട് ഞാൻ അവനുള്ള പ്രതിഫലം എണ്ണവും വണ്ണവും ഇല്ലാതെ ധാരാളമായി നൽകും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖുദ്സിയായ ഹദീസിൽ. അപ്പോൾ നോമ്പ് അതിൻ്റെ എത്രമാത്രം പുണ്യമുള്ള പ്രതിഫലമുള്ള ഇബാദത്താണ്. അബൂ ഉമാമ അൽ ബാഹിലി തിരുസവിധത്തിലെത്തി. എന്നിട്ട് യാ റസൂലല്ലാഹ് മുർനി ബി അമലിൻ ആഖുദുഹു അൻക്, തിരുദൂതരെ അങ്ങയിൽ നിന്ന് സ്വീകരിക്കാൻ ഒരു അമൽ എന്നോട് കൽപ്പിച്ചാലും, യുദ്ഖിലുനി അൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹു, നോമ്പെടുത്തോ, നോമ്പിന് തുല്യമായി യാതൊന്നില്ല. ഫഇന്നഹു ലാ അദ്ല ലഹു എന്നൊക്കെ പ്രയോഗം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പിൻ്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വീട്ടിലെ ജോലിക്കാരൻ വരെ പിന്നീട് നോമ്പുകാരായിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല എന്നാണ്. ആ വീട്ടിൽ പകലിൽ തീ പുകഞ്ഞാൽ ആളുകൾ പറയും അബൂ ഉമാമക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട്, വീട്ടിൽ വിരുന്നുകാർ വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ അവർ നോമ്പുകാരായി ആ വീട് മുഴുവൻ. കാരണം നോമ്പിൻ്റെ മഹത്വം, അതിൻ്റെ പുണ്യം അത് മനസ്സിലാക്കിയത് കാരണത്താൽ എന്നുള്ളതാണ്. നോമ്പിൻ്റെ മഹത്വം അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഏതായാലും അങ്ങനെയുള്ള ഒരു നോമ്പിലേക്കാണ് ഹിദായത്തു ഇർഷാദിൻ, അതേപോലെ ഹിദായത്തു തൗഫീഖിൻ, ഹിദായത്തു ഇർഷാദ് എന്ന ഹിദായത്തു ഇൽം, നമുക്കറിവ് പകർന്നത്. ഹിദായത്തു ഇൽം, തൗഫീഖ്, അത് നിർവഹിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉദവിയും എളുപ്പവും കനിഞ്ഞത്.
അതുകൊണ്ടാണ് വലി തുക്കബിറുള്ള, അള്ളാഹുവിന് തക്ബീർ മുഴക്കാൻ, അള്ളാഹുവിൻ്റെ മഹത്വം ഘോഷിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അറിയിച്ചത്. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി മനസ്സ വാച കർമ്മണ പ്രയോഗിക്കുന്നതിനും വേണ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സൂറത്തുൽ ബഖറയിലെ 186 വചനമാണ് ദുആവുമായി ബന്ധപ്പെട്ട വചനം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന തുടക്കമുള്ള വചനം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.